വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് ജനങ്ങൾ വിലയിരുത്തട്ടെ. 8 വർഷമായി തുറമുഖത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത പിണറായി വിജയന്റെ അവകാശവാദം എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അടുത്തെത്തുന്ന പരിപാടി. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ കേരളം അഭിമാനിക്കണം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ലെന്നതിന്റെ പേരിൽ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നത് UDFന്റെ രീതിയല്ല. വിഴിഞ്ഞം തുറമുഖം UDF സർക്കാർ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് UDFന്റെ കുട്ടിയാണ്. K. കരുണാകരൻ സർക്കാരിൽ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഡിസൈനും എഞ്ചിനീയറിംഗും പൂർത്തിയാക്കിയത്. പിന്നീടത് യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ്. 6000 കോടിയുടെ അഴിമതിയാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. മത്സ്യബന്ധന ഭാഗ തകരാറിലാകുമെന്നും പൂവാർ മുതൽ നീണ്ടകര വരെ കടലിൽ ഇറങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിടാനാണ് അന്ന് ശ്രമിച്ചത്. എന്നാൽ UDF ബഹിഷ്കരിക്കാനോ കരിദിനം ആചരിക്കാനോ ശ്രമിക്കാതെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി. പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് വിളിക്കാത്ത നടപടി ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായ 5500 കോടിയിൽ 8 കൊല്ലം കൊണ്ട് 850 കോടി മാത്രമാണ് നൽകിയത്. റെയിൽ റോഡ് കണക്ടിവിറ്റികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കപ്പലെത്തിയാൽ മാത്രം പോരാ, ചരക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തണം. അതിനുവേണ്ടിയുള്ള ഗതാഗത സംവിധാനം അടിയന്തരമായി ഒരുക്കണം. 8 വർഷമായി ഈ സർക്കാർ തുറമുഖത്തിന് ഒരു പണിയും ചെയ്തിട്ടില്ല. തുറമുഖത്തിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുമ്പോൾ ഇരകളായി മാറുന്നവർക്ക് വേണ്ടി 472 കോടിയുടെ പുനരധിവാസ പദ്ധതിക്കുള്ള ഉത്തരവും ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇത് നടപ്പാക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. തുറമുഖത്തിന്റെ നാൾവഴികൾ പ്രസംഗിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വിസ്മരിച്ചതിലൂടെ മുഖ്യമന്ത്രി തന്നെയാണ് ചെറുതായി പോയത്. വിഴിഞ്ഞം പദ്ധതിയെയാകെ ഹൈജാക്ക് ചെയ്ത പിണറായി വിജയനെ എട്ടുകാലി മമ്മൂഞ്ഞെന്ന് വിളിക്കുന്നില്ല. എന്നാൽ അതിന്റെ അടുത്തെത്തുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.